കോഴിക്കോട് കോവൂർ MLA റോഡിൽ മധ്യവയസ്കൻ അഴുക്കുചാലിലെ ഒഴുക്കിൽപ്പെട്ടു. കോവൂർ സ്വദേശി ശശിയാണ് ഒഴുക്കിൽപ്പെട്ടത്. പോലീസും ഫയർഫോഴ്സും തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനിൽ കെ ചേരുന്നു. അനിൽ കെ, വളരെ ദാരുണമായ ഒരു സംഭവമാണ്. എന്താണ് വിശദാംശങ്ങൾ? അതായത് 8 മണിക്കായിരുന്നു ഇത്തരത്തിലൊരു ഉദാഹരണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നത്. അതായത് ശക്തമായിട്ടുള്ള മഴ പെയ്യുമായിരുന്നു. ആ സമയത്താണ് കോഴിക്കോട് കോവൂർ സ്വദേശിയായിട്ടുള്ള ശശി ഈ കോവൂർ MLA റോഡിന് സമീപത്തെ ഈ അഴുക്കുചാലിൽ ഒഴുക്കിൽപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ നല്ല മഴ ശക്തമായി പെയ്തപ്പോൾ ബസ് സ്റ്റോപ്പിന് സമീപം ഇരിക്കുകയായിരുന്നു. അത് കവറിംഗ് അടക്കമുള്ള ഒരു സാഹചര്യം ഈ ബസ് സ്റ്റോപ്പിന് ഇല്ലായിരുന്നു. അഘട്ടത്തിലാണ് ശക്തമായ മഴ പെയ്യുകയും അതിനെ തുടർന്ന് ഈ ഒഴുക്കുചാലിലേക്ക് വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നിലവിൽ പോലീസും ഫയർഫോഴ്സും കൂടെ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഏകദേശം 3 മണിക്കൂർ തിരച്ചിൽ പിന്നിടുകയായിരുന്നു. പിന്നീട് മഴ ചോർന്നതിന് ശേഷം, മഴയുടെ ശക്തി കുറഞ്ഞതിന് ശേഷം പിന്നീട് ഈ നാട്ടുകാരടക്കം ഈ ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും ഈ തിരച്ചിലിൽ പങ്കുചേർന്നെങ്കിലും ഈ ശശിയുടെ മൃതദേഹം ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് ഈ ശശി ഒഴുക്കിൽപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അവിടെ ഈ വലിയ രീതിയിൽ പാസയൊക്കെ അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു സ്ഥിതിയാണ്. അതിനെ തുടർന്ന് അത് പരിശോധന നടത്തിയതിനൊക്കെ വലിയൊരു വെല്ലുവിളി നേരിടുന്നുണ്ട്. നിലവിൽ ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹകരണത്തോട് കൂടിയിട്ട് തന്നെ നിലവിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഈ 8 മണി ഇന്ന് രാത്രി 8 മണിക്കാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് കോവൂർ സ്വദേശി ശശിയാണ് ഇത്തരത്തിൽ ഈ അഴുക്കുചാലിലെ ഒഴുക്കിൽപ്പെട്ടിട്ടുള്ളത്. നിലവിൽ വലിയ രീതിയിലുള്ള തെരച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ പോലീസ് അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ മറ്റ് ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ തന്നെ എത്തിയിട്ട് തെരച്ചിൽ വലിയ രീതിയിൽ പുരോഗമിക്കാനായിരിക്കും സാധ്യത.